നമസ്കാരം. കേരളത്തിലെ വോട്ടർമാർക്ക് മുന്നിൽ തുടിയുരിഞ്ഞു നിൽക്കുകയാണ് കോൺഗ്രസ് പാർട്ടി. ഹൈക്കമാൻഡ് എന്ന വിചിത്ര ജീവി. ഗാന്ധി കുടുംബമാണ് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ്. കാർഗെ എന്നൊരു മുത്തച്ഛൻ അവിടെയുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് ഓശാന പാടുക മാത്രമാണ് കാർഗെയുടെ ദൗത്യം. കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ ഇതുവരെ ഹൈക്കമാൻഡിന് കഴിയുന്നില്ല. കേരളത്തിലെ തെരുവുകളിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയാകാൻ മോഹിക്കുന്നവരുടെ ഫാൻ ബേസുകൾ നടത്തുന്ന പ്രകടനങ്ങൾ, പന്തംകൊളുത്തി പ്രകടനങ്ങൾ, അതിലപ്പുറം സമൂഹമാധ്യമങ്ങളിൽ വലിയ സ്പോൺസേഡ് പ്രോഗ്രാം. ജനമിളകി എന്നത് വാസ്തവമാണ്. എന്നാൽ ജനങ്ങളുടെ ഉള്ളിൽ പരമപുച്ഛമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. 102 MLA-മാരെ UDF-ന് വിജയിപ്പിച്ചു കൊടുത്ത ജനം തന്നെയാണ് ഇവിടെ പമ്പരവിഡികൾ. ഈ 102 പേരെ സ്വർണ്ണത്താലത്തിൽ വെച്ച് രാഹുൽ ഗാന്ധിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. എന്നിട്ടിപ്പോൾ കോൺഗ്രസ് ജനങ്ങളുടെ നെഞ്ചത്ത് കയറുകയാണ്. ഈ 102 MLA-മാരിൽ ഭൂരിപക്ഷവും പറയുന്നു, ഞങ്ങളൊക്കെ മരവാഴകളാണ്, ഇവിടെ മറ്റൊരു മുഖ്യമന്ത്രിയെ കൊണ്ടുവരണം. അങ്ങനെ ഒരു മുഖ്യമന്ത്രി വന്നാൽ 2 ഉപതെരഞ്ഞെടുപ്പുകൾ. ഞങ്ങൾ പാഠം പഠിപ്പിക്കുമെന്നാണ് കേരളത്തിലെ ജനങ്ങൾ പറയുന്നത്. അതുതന്നെയാണ് അതിൻ്റെ പൊരുൾ. ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ തുടരുകയാണ്. എങ്ങനെയെങ്കിലും KC വേണുഗോപാലിനെ കേരളത്തിൽ അവതരിപ്പിക്കാൻ പറ്റുമോ എന്ന് ഉന്നത കോൺഗ്രസ് നേതാക്കൾ തലപുകഞ്ഞാലോചിക്കുന്നു. മറുവശത്ത് വളരെ കൂളായി ഇരിക്കുകയാണ് രമേശ് ചെന്നിത്തല. കളം നിറഞ്ഞു നിൽക്കുന്നത് സതീശൻ അണികൾ തന്നെ. എന്നാൽ സതീശൻ്റെ കളികൾ ഓവറായി എന്ന ചിന്ത പൊതുവെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കിടയിലുണ്ട്. ഇത്ര വലിയ കോലാഹലം സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കി എന്തിനാണ് കോൺഗ്രസിനെ ഇങ്ങനെ നാറ്റിച്ച് പണ്ടാരമടക്കുന്നത് എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നു. പോരാളി വാസു പോലുള്ള പേജുകളൊക്കെ ഇപ്പോൾ സതീശൻ അനുകൂല പേജുകളായി. ഇവരൊക്കെ മുമ്പ് തെരഞ്ഞെടുപ്പ് കാലത്ത് UDF പ്രചരണത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട പേജുകളായിരുന്നു. ആ പേജുകളൊക്കെ നിയന്ത്രിച്ചിരുന്നത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VD സതീശൻ. ചുരുക്കത്തിൽ ഇത്തരം പേജുകളൊക്കെ സതീശന് വേണ്ടിയുള്ള പുകഴ്ത്തലുകൾ നടത്തുമ്പോൾ മറുവശത്ത് KCക്കെതിരെ വിഷം ചീറ്റുകയാണ്. തെരുവുകളിൽ KC വേണുഗോപാലിൻ്റെ ഫ്ലെക്സുകളിലേക്ക് കരിയോയിൽ ഒഴിക്കുന്ന രംഗങ്ങൾ. സതീശനുള്ള സാധ്യത അടഞ്ഞുവെന്നാണ് ഇപ്പോൾ ഹൈക്കമാൻഡിൽ നിന്നുള്ള സൂചനകൾ. മറുവശത്ത് KCയെ കേരളത്തിൽ കെട്ടിയിറക്കിയാൽ അത് വലിയ പൊട്ടിത്തെറിക്കിടവരും. മുതിർന്ന നേതാവെന്ന നിലയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു അവസരം കൊടുക്കണമെന്ന് മുതിർന്ന നേതാക്കളിൽ ഒരുപറ്റം ആഗ്രഹിക്കുന്നു. രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം. വരുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ രമേശ് ചെന്നിത്തലയെ മത്സരിപ്പിച്ച് ഡൽഹിയിലേക്ക് കൊണ്ടുപോവുക. അത് കഴിഞ്ഞാൽ VD സതീശനൊരു ചാൻസ് കൊടുക്കുക. ഇത്തരമൊരു ഫോർമുല ചില ഘടകകക്ഷികൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇന്നലെ കേന്ദ്ര നിരീക്ഷകർ ഘടകകക്ഷി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കടുത്ത നിലപാടാണ് അവർക്ക് മുന്നിൽ വെച്ചത്. ഇനിയൊരു തെരഞ്ഞെടുപ്പ് കേരളത്തെ അടിച്ചേൽപ്പിക്കരുത്. തെരഞ്ഞെടുത്ത 102 MLA-മാരിൽ ആര് മുഖ്യമന്ത്രിയായാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഇത്തരമൊരു നിലപാട് തന്നെയാണ് മുസ്ലിം ലീഗും കേന്ദ്ര നിരീക്ഷകർക്ക് മുന്നിൽ വെച്ചത്. PK കുഞ്ഞാലിക്കുട്ടി മാധ്യമപ്രവർത്തകരോട് താൻ എന്താണ് കോൺഗ്രസ് നിരീക്ഷകരോട് പറഞ്ഞത് എന്ന് വ്യക്തമാക്കിയില്ല. എങ്കിലും മുസ്ലിം ലീഗിൻ്റെ ഔദ്യോഗിക തീരുമാനം PK കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു. സതീശനെ അവർ പിന്തുണച്ചു. എന്നാൽ 102 പേരിൽ ആര് മുഖ്യമന്ത്രിയായാലും തങ്ങൾക്ക് കുഴപ്പമില്ല എന്ന നിലപാടാണ് PK കുഞ്ഞാലിക്കുട്ടി ഇന്നലെ കേന്ദ്ര നിരീക്ഷകരെ അറിയിച്ചത്. മീഡിയ 1 ടെലിവിഷനും ചില മുസ്ലിം സംഘടനകളുമൊക്കെ ഇന്ന് VD സതീശനു വേണ്ടി കത്തിച്ച് കളത്തിലിറങ്ങി. ഇത് സതീശനെ സംബന്ധിച്ച് ഇത്തിരി നെഗറ്റീവായി എന്നത് വാസ്തവം. വലിയ ആവേശമാണ് സമൂഹമാധ്യമങ്ങളിൽ സതീശന് വേണ്ടി ജനങ്ങളുടെ ഭാഗത്തു നിന്ന് കാണുന്നത്. അതിൽ ജാതീയമായ എന്തെങ്കിലും ചേരിതിരിവുണ്ടോ എന്ന ഭയപ്പെടുത്തുന്ന ഓർമ്മപ്പെടുത്തൽ ചിലർ മുന്നോട്ട് വയ്ക്കുന്നു. കോൺഗ്രസ് MLA-മാർ ആരെയാണ് പിന്തുണച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും തർക്കങ്ങൾ തുടരുന്നു. ഇന്നലെ KPCC ആസ്ഥാനത്ത് നടന്ന നിയമസഭാ കക്ഷി യോഗത്തിനും MLA-മാരുമായുള്ള കൂടിക്കാഴ്ചയ്ക്കും ശേഷം പുറത്തുവന്ന AICC നിരീക്ഷകൻ മുകുൾ വാസ്നിക്കിൻ്റെ കയ്യിലിരുന്ന രേഖയുടെ ചിത്രം ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ടതോടെയാണ് വലിയ വിവാദങ്ങൾക്ക് കളമൊരുങ്ങിയത്. ഈ കുറിപ്പിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവർ KC വേണുഗോപാലിനെ പിന്തുണച്ചതായി കാണുന്നു. എന്നാൽ ഈ ചിത്രം വ്യാജമാണ് എന്ന് സണ്ണി ജോസഫ് പറയുന്നു. മറുവശത്ത് മുകുൾ വാസ്നിക് അടക്കമുള്ളവർ ഇത്തരമൊരു കാര്യം നിഷേധിച്ചു. തങ്ങൾ ലാപ്ടോപ്പിലാണ് കാര്യങ്ങൾ രേഖപ്പെടുത്തിയത്. പേപ്പർ രേഖകൾ തങ്ങളുടെ പക്കൽ ഉണ്ടായിരുന്നില്ല, ചില പേപ്പർ തുണ്ടുകൾ മാത്രമായിരുന്നു കയ്യിലുണ്ടായിരുന്നത് എന്ന് മുകുൾ വാസ്നിക് പറയുന്നു. സണ്ണി ജോസഫ് മാത്രമല്ല, സന്ദീപ് വാര്യർ, സജീവ് ജോസഫ്, TO മോഹനൻ, ഉഷ വിജയൻ, T സിദ്ദിഖ് എന്നിവരുടെ പേരിന് നേരെ KC എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള രേഖയാണ് ഇന്ന് പുറത്തു വന്നത്. രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തനായി അറിയപ്പെടുന്ന IC ബാലകൃഷ്ണൻ KC എന്നും RC എന്നും
അറിയിച്ചിട്ടുണ്ട്. ഇതാണ് ഏറെ കൗതുകകരം. രമേശ് ചെന്നിത്തല വിഭാഗം ഒരു കാരണവശാലും IC ബാലകൃഷ്ണൻ തങ്ങളെ ചതിക്കില്ല എന്ന വിശ്വാസത്തിലാണ്. IC ബാലകൃഷ്ണൻ രമേശ് ചെന്നിത്തലയോട് പറഞ്ഞത് ഞാൻ രമേശ് ചെന്നിത്തലയെ മാത്രമേ പിന്തുണച്ചുള്ളൂ എന്നാണ്. വ്യക്തിഗത കൂടിക്കാഴ്ചയിൽ തെരഞ്ഞെടുക്കപ്പെട്ട 63 കോൺഗ്രസ് MLA-മാരിൽ 47 പേരും വേണുഗോപാലിനെ പിന്തുണച്ചു എന്ന തരത്തിൽ ഇന്നലെ തന്നെ മാധ്യമങ്ങൾക്ക് ചിലർ ബ്രീഫിംഗ് നടത്തിയിരുന്നു. ചെന്നിത്തലയ്ക്ക് 8 MLA-മാരുടെയും VD സതീശൻ 6 പേരുടെയും പിന്തുണ മാത്രമേ ഉറപ്പാക്കാൻ കഴിഞ്ഞുള്ളൂ എന്നാണ് ഇന്നലെ മാധ്യമങ്ങളോട് ബ്രീഫ് ചെയ്തവർ പറഞ്ഞത്. എന്നാൽ ഈ കണക്കുകൾ അടപടലം തെറ്റാണ്. ഇതിനൊക്കെ പിന്നിൽ ചില അട്ടിമറി നീക്കങ്ങളുണ്ട്. KC വേണുഗോപാലിന് വലിയ പിന്തുണ MLA-മാരിൽ നിന്ന് കിട്ടി എന്ന ബോധ്യം ജനങ്ങളിൽ ഉണ്ടാക്കാനാണ് ഇത്തരമൊരു നീക്കം നടന്നത്. അതുകൊണ്ട് തന്നെ മുകുൾ വാസ്നിക്കിൻ്റെ കയ്യിലിരുന്ന കുറിപ്പ് അടങ്ങിയ ഫോട്ടോ വ്യാജമാണോ എന്ന സംശയം രമേശ് ചെന്നിത്തല ഉയർത്തുന്നു. നിരീക്ഷകർക്ക് മുന്നിൽ താൻ പക്ഷം പിടിച്ചില്ല എന്നാണ് സണ്ണി ജോസഫ് പറയുന്നത്. MLA-മാരുടെ പിന്തുണ രേഖപ്പെടുത്തിയതായി പുറത്തുവന്ന ചിത്രങ്ങൾ ശരിയല്ല എന്നാണ് KPCC അധ്യക്ഷന്റെ നിലപാട്. ജോസഫ് ഗ്രൂപ്പിന്റെ ശക്തമായ നിലപാട് KC വേണുഗോപാലിന്റെ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു. ഇതേ വികാരമാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ലക്ഷക്കണക്കിന് കമന്റുകൾ പ്രത്യക്ഷപ്പെടുന്നു. കേരളത്തെ ഇനിയൊരു തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കരുതേ എന്നാണ് രാഹുൽ ഗാന്ധിയോട് അവർ ആവശ്യപ്പെടുന്നത്. കേരളത്തിന്റെ പൊതുവികാരം കണക്കിലെടുത്തുള്ള ഒരു തീരുമാനം വേണമെന്ന് PJ ജോസഫ് കേന്ദ്ര നിരീക്ഷകരോട് ആവശ്യപ്പെട്ടു. 10 വർഷത്തിനു ശേഷം വമ്പൻ തിരിച്ചുവരവിലൂടെ അധികാരം നേടി ദിവസങ്ങൾ പിന്നിട്ടിട്ടും മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ കഴിയാതെ കുഴയുകയാണ് കോൺഗ്രസ് നേതൃത്വം. ഒരു വശത്ത് MLA-മാരുടെ എണ്ണം ഉയർത്തിയുള്ള പോരാട്ടം, മറുവശത്ത് നാട് നീളെ ഫ്ലെക്സുകൾ ഉയർത്തി പരസ്പരം പോർവിളിക്കുന്ന കാഴ്ച. കോൺഗ്രസ് നേതൃത്വത്തിന് ഏറെ അപമാനകരമാകുന്ന സംഭവ വികാസങ്ങളാണ് കേരളത്തിലെങ്ങും കാണുന്നത്. കോൺഗ്രസ് MLA-മാരുടെ പിന്തുണ സംബന്ധിച്ച് പുറത്തു വന്ന ചിത്രത്തിൽ നീലകണ്ഠൻ്റെ പേരിന് നേരെ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. നീലകണ്ഠൻ്റെ പേരിന് നേരെ എന്തുകൊണ്ട് ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്ന ചോദ്യം തന്നെയാണ് ഈ ലിസ്റ്റ് വ്യാജം എന്നുറപ്പിക്കാനുള്ള കാരണം. സതീശൻ ക്യാമ്പിൽ നിന്നുള്ള പ്രധാനിയാണ് നീലകണ്ഠൻ. എന്നാൽ നിരീക്ഷകർ 3 പ്രത്യേക വിഭാഗങ്ങളിലായി MLA-മാരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി അതിന് വ്യത്യസ്തമായ പട്ടിക ഉൾപ്പെടുത്തിയ കടലാസുകളാണ് ഉപയോഗിച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നവർ, VD സതീശനെ പിന്തുണയ്ക്കുന്നവർ, രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്നവർ എന്നിങ്ങനെ 3 വ്യത്യസ്ത പട്ടികകൾ നിരീക്ഷകർ തയ്യാറാക്കി. ഇതിൽ KCക്ക് വേണ്ടി നിലകൊണ്ട 47 പേരുടെ പട്ടിക മാത്രമാണ് മുകുൾ വാസ്നിക്കിന്റെ കയ്യിലുള്ളത് എന്ന് KC പക്ഷം പറയുന്നു. ഓരോ വിഭാഗത്തിലും പെട്ട MLA-മാരെ വേഗത്തിൽ തിരിച്ചറിയുന്നതിനും ഹൈക്കമാൻഡിന് കൃത്യമായ കണക്കുകൾ കൈമാറുന്നതിനുമാണ് ഇത്തരത്തിൽ തരംതിരിച്ചുള്ള പട്ടികകൾ തയ്യാറാക്കിയത് എന്ന് ചില കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്നു. ഉദുമയിൽ ഉജ്ജ്വല വിജയം നേടിയ നീലകണ്ഠൻ സതീശൻ പക്ഷത്തിൽ ഉറച്ച വോട്ടായി കണക്കാക്കപ്പെടുന്നു. പുറത്തുവന്ന പട്ടികയിൽ നീലകണ്ഠൻ ഇല്ലാത്തത് സതീശൻ അനുകൂലികൾക്കിടയിൽ ആദ്യം വലിയ ആശയക്കുഴപ്പം സൃഷ്ടിച്ചു. KC അനുകൂലികളുടെ പട്ടിക മാത്രം ദൃശ്യങ്ങളിലൂടെ പ്രചരിപ്പിച്ചത് KC വിഭാഗം നടത്തിയ തന്ത്രപരമായ ഒരു നീക്കമായി രമേശ് ചെന്നിത്തല വിഭാഗം കാണുന്നു. രമേശ് ചെന്നിത്തലയുടെ പട്ടികയിലും 10ഓളം പേരുടെ ഉറച്ച പിന്തുണയുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം. ഏതായാലും കേരളത്തെ നാണം കെടുത്തും വിധമാണ് മുഖ്യമന്ത്രി മോഹികളായ 3 പേരുടെ നീക്കങ്ങൾ. ഘടകകക്ഷികളുടെ മാത്രമല്ല പൊതുസമൂഹത്തിന്റെ കൂടി താൽപ്പര്യം പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഇവിടെ ഒരു മുഖ്യമന്ത്രിയെ നിയോഗിക്കാൻ കഴിയൂ. അല്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ കോൺഗ്രസ് പാർട്ടി നേരിടേണ്ടി വരും. കേന്ദ്ര നിരീക്ഷകർ ഇന്ന് വൈകുന്നേരം ഡൽഹിയിൽ സോണിയാഗാന്ധിയുമായും മല്ലികാർജ്ജുൻ ഖാർഗെയുമായും കൂടിക്കാഴ്ച നടത്തും. 3 പട്ടികകളും അവിടെ വിശദമായി പരിശോധിക്കും. സണ്ണി ജോസഫിനെ പോലെയുള്ള നേതാക്കളുടെ പിന്തുണ കൂടി പരിഗണിക്കുമ്പോൾ KCക്ക് തന്നെ നിലവിൽ മുൻതൂക്കമെന്ന ധാരണയാണ് പൊതുവെ. ഏറ്റവും ഒടുവിൽ സതീശനുള്ള പിന്തുണ ഹൈക്കമാൻഡിൽ കുറഞ്ഞു എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. മറുവശത്ത് KCയെ കെട്ടിത്തൂക്കി കേരളത്തിലേക്ക് ഇറക്കിയാൽ അത് വലിയ വിവാദങ്ങൾക്ക് കാരണമാകുമെന്നും ഹൈക്കമാൻഡ് ഭയക്കുന്നു. രാഹുൽ ഗാന്ധി കരുതലോടെ നീങ്ങാനാണ് ഇപ്പോൾ മുതിർന്ന നേതാക്കൾക്ക് നൽകിയ നിർദ്ദേശം. ചില സമവായ ഫോർമുലകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. VD സതീശനെയും രമേശ് ചെന്നിത്തലയെയും നാളെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കും. ഇരുവരുമായും മുതിർന്ന നേതാക്കൾ ഒറ്റയ്ക്കും കൂട്ടായും കൂടിയാലോചനകൾ നടത്തും. എല്ലാവർക്കും സ്വീകാര്യമായ ഒരു ഫോർമുലയിൽ എത്താൻ കഴിയുമോ എന്നാണ് കേന്ദ്ര നേതാക്കൾ ഉറ്റുനോക്കുന്നത്. അതല്ല എങ്കിൽ ചില കടുത്ത തീരുമാനങ്ങൾ പാർട്ടി കൈക്കൊള്ളുമെന്നും ഹൈക്കമാൻഡ് പറയുന്നു. മുഖ്യമന്ത്രി പദത്തിനായി പോരടിക്കുന്ന നേതാക്കളെ അനുനയിപ്പിക്കാൻ അനുനയ ഫോർമുല ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുകയാണ് ഹൈക്കമാൻഡ്. ഉപമുഖ്യമന്ത്രി പദം, സുപ്രധാന വകുപ്പുകൾ ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങളാണ്
ഹൈക്കമാൻഡ് ചില നേതാക്കൾക്ക് നൽകിയിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനവും വി.ഡി. സതീശന് ഉപമുഖ്യമന്ത്രി സ്ഥാനവും എന്നൊരു ഫോർമുല ഇപ്പോൾ ഹൈക്കമാൻഡ് മുന്നോട്ട് വയ്ക്കുന്നു. വി.ഡി. സതീശന് ആഭ്യന്തര വകുപ്പ് കൂടി കൊടുത്താൽ വി.ഡി. വഴങ്ങുമെന്നാണ് ഹൈക്കമാൻഡിന്റെ ചിന്ത. രമേശ് ചെന്നിത്തലയെ ഉപമുഖ്യമന്ത്രിയാക്കി കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള മറ്റൊരു ഫോർമുലയും ഹൈക്കമാൻഡ് ചർച്ച ചെയ്യുന്നു. എന്നാൽ കെ.സിയെ കേരളത്തിൽ അവതരിപ്പിക്കുക അത്ര എളുപ്പമല്ല എന്ന് ഹൈക്കമാൻഡ് തിരിച്ചറിഞ്ഞു എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ സവിശേഷത. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന്റെ ഭാഗമായി കെ.പി.സി.സി. ആസ്ഥാനത്ത് നടത്തിയ കൂടിക്കാഴ്ചയിൽ എം.എൽ.എമാരോട് എ.ഐ.സി.സി. നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും ചോദിച്ചത് 2 ചോദ്യങ്ങൾ. ഈ കൂടിക്കാഴ്ചയിൽ ദീപദാസ് മുൻഷിയെ ഉൾപ്പെടുത്തരുത് എന്ന് സതീശൻ പക്ഷം ശഠിച്ചിരുന്നു. എന്നാൽ കൂടിക്കാഴ്ചയിൽ ദീപദാസ് മുൻഷിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല എം.എൽ.എമാരും സ്വതന്ത്രമായി അഭിപ്രായം പറഞ്ഞിരുന്നു എന്ന സംശയം സതീശൻ ക്യാമ്പിലുണ്ട്. ദീപദാസ് മുൻഷിയുടെ കേൾക്കൽ എന്തെങ്കിലും എം.എൽ.എമാർ കമന്റ് പറഞ്ഞാൽ അതൊക്കെ കെ.സി. വേണുഗോപാലിന്റെ ചെവിയിലെത്തും എന്ന ഭയമാണ് സതീശൻ ക്യാമ്പിന്. നിരീക്ഷകരെ രാവിലെ ഹോട്ടലിൽ സന്ദർശിച്ച വി.ഡി. സതീശൻ എം.എൽ.എമാരുമായുള്ള കൂടിക്കാഴ്ചയിൽ ദീപദാസ് മുൻഷി പങ്കെടുക്കുന്നതിൽ തന്റെ എതിർപ്പ് അറിയിച്ചു. എം.എൽ.എമാർക്ക് സ്വതന്ത്രമായി അഭിപ്രായം പറയാൻ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മാറി നിൽക്കുന്നതാണ് ഉചിതമെന്ന് സതീശൻ വാദിച്ചു. എന്നാൽ കൂടിക്കാഴ്ചയിൽ നിരീക്ഷകർക്കൊപ്പം ദീപയും പങ്കെടുത്തു. മുഖ്യമന്ത്രി പദം പിടിക്കാനുറച്ച് 3 വിഭാഗങ്ങളും അരയും തലയും മുറുക്കി നിന്നു. 4 മണിക്കൂറുകൾ നീണ്ട കൂടിക്കാഴ്ച. ഇത് അവസാനിച്ചതിന് പിന്നാലെ 3 കൂട്ടരും പിന്തുണക്കാരുടെ ലിസ്റ്റുമായി പുറത്തുവന്നു. ആര് മുഖ്യമന്ത്രിയാവണം എന്ന കാര്യത്തിൽ ഭൂരിപക്ഷം എം.എൽ.എമാരും നിരീക്ഷകരോട് ഏതെങ്കിലും ഒരാളുടെ പേരാണ് വ്യക്തമാക്കിയത്. എന്നാൽ ഹൈക്കമാൻഡിന് ആരെ വേണമെങ്കിലും തീരുമാനിക്കാം എന്നാണ് താൻ അറിയിച്ചത് എന്നാണ് കെ.പി.സി.സി. അധ്യക്ഷൻ സണ്ണി ജോസഫ് പറയുന്നത്. ചാണ്ടി ഉമ്മൻ ഈ ചോദ്യങ്ങളിൽ നിഷ്പക്ഷത പാലിച്ചു. ഹൈക്കമാൻഡിന് ആരെ വേണമെങ്കിലും മുഖ്യമന്ത്രിയായി നിയോഗിക്കാം എന്നാണ് ചാണ്ടി ഉമ്മന്റെ നിലപാട്. പുതുതായി പാർട്ടിയിലെത്തിയ പലരും കെ.സി. വേണുഗോപാലിനാണ് പിന്തുണ നൽകിയത്. പ്രത്യേകിച്ച് സന്ദീപ് വാര്യർ അടക്കമുള്ളവർ. രമേശ് പിഷാരടിയുടെ പിന്തുണ ഉറപ്പിക്കാൻ കഴിഞ്ഞു എന്ന് സതീശൻ പക്ഷം കണക്കുകൂട്ടുന്നു. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ തല കുനിച്ചു നിൽക്കേണ്ട സാഹചര്യമാണ് മുന്നിൽ. വലിയ കോലാഹലങ്ങളില്ലാതെ എങ്ങനെ മുഖ്യമന്ത്രിയെ കണ്ടെത്തും എന്ന ഭീതിയിൽ ഹൈക്കമാൻഡും. വല്ലാത്ത മണിക്കൂറുകളാണ് ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.